ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഇതുവരെ നമ്മൾ പഠിച്ച 9 പാർട്ടുകൾ നമ്മൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് റിവിഷൻ ചെയ്യുക. ഇത് മാത്രമല്ല, റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നവരുണ്ടാകും, അതേപോലെ ആപ്പുകൾ യൂസ് ചെയ്യുന്നവരുണ്ടാകും, മറ്റു ടെലഗ്രാം ചാനൽ യൂസ് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഒരാഴ്ച, ഈ ഒരു 6 ദിവസം നിങ്ങൾ പഠിച്ച എല്ലാ ടോപ്പിക്കും നിങ്ങളെന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ മാത്രവുമല്ല, നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ആ പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ കയറണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും റിവിഷൻ ചെയ്യണം. ഒരു വട്ടം റിവിഷൻ ചെയ്താൽ പോരാ, ഒരു 5-6 വട്ടം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് മൈൻഡിൽ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 100% പഠിച്ചു കഴിഞ്ഞാൽ ഒരു 30%ഒക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവും. ബാക്കിയുള്ള 70% വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേ ഒരു ദിവസം, ഇപ്പോൾ സൺഡേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം, പൊതുവെ എല്ലാവരും സൺഡേ ആണ് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങളെന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ വേണമെന്ന് പല ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഇത്രയും ക്ലാസ്സുകൾ ഒരു ദിവസം ഒരു റിവിഷൻ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ട് തയ്യാറാക്കിയവരുണ്ടാകും, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലാസ്സുകൾ മാത്രമായിട്ട് കേട്ടു പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, കണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകും. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും പഠന രീതികൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഇത് മാത്രമല്ല, മറ്റെല്ലാ സോഴ്സുകളും നിങ്ങളെന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്. എന്നിട്ടും ഉദ്യോഗാർത്ഥികൾ പല രീതിയിൽ ഓരോരോ, അതായത് ഇപ്പോൾ എന്ത് ക്ലാസ്സുകൾ ചെയ്താലും ഇതേപോലെയുള്ള കമൻറ്റുകൾ ഉണ്ടാകും. ഡിസംബറിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വരുമോ, അല്ലെങ്കിൽ 2026 വരിക, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് ഉദ്യോഗാർത്ഥികൾ കമൻറ്റായി രേഖപ്പെടുത്താറുണ്ട്. തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 95% ഡിസംബറിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വരും. കാരണം ഏജ് ഓവറിൻ്റെ ഒരു പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ PSC അത് മുൻകൂട്ടി കണ്ട് ഡിസംബറിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. കമ്പനി ബോർഡ് LGSൻ്റെ മാത്രമല്ല, VFA 10th ലെവലായ VFA വരാനുണ്ട്, ബെവ്കോ LD വരാനുണ്ട്, അതുപോലെ APO വരാനുണ്ട്. 10th ലെവൽ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ 4 നോട്ടിഫിക്കേഷനാണ് 10th ലെവൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ +2 ലെവൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, CPO വരുന്നുണ്ട്, ഫയർ വരുന്നുണ്ട്, എക്സൈസ് വരുന്നുണ്ട്, പിന്നെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസംബറിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഇതിൻ്റെയൊക്കെ എക്സാമും ഡിസംബറിന് മുമ്പ് തന്നെ നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഡിസംബറിന് മുമ്പ് തന്നെ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടാകും. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ടൈം ഉണ്ടാകും, പിന്നെ എക്സാമും ഉണ്ടാകും. അപ്പോൾ കുറഞ്ഞ ടൈമേ ഇനി നമുക്കുള്ളൂ. കൂടിപ്പോയാൽ ഒരു 8 മാസക്കാലം മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടൈമുള്ളൂ. അപ്പോൾ ഈ 8 മാസം നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു 300 റാങ്കിനുള്ളിലൊക്കെ LGSൽ സുഖമായിട്ട് കയറാൻ പറ്റും. ഈ 300 റാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം നടത്തി, പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ഒരു 300-500 ഒഴിവൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പനി ബോർഡ് LGSൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു 700ഓളം ഒഴിവുകളുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസും ലഭിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും നല്ല ഒഴിവുകളുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു 300 റാങ്കിനുള്ളിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. അതായത് ഇപ്പോൾ ഏജ് ഓവർ ആകാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് കമൻറ്റ് ചെയ്യുന്നത്. അവർ ഇതേപോലെ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടു കാണും, അതുപോലെ ടെലഗ്രാം ചാനൽ,
മറ്റു പ്രസിദ്ധീകരണങ്ങൾ, അതിലൊക്കെ ചിലപ്പോൾ ഏജ് റിലാക്സേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ന്യൂസുകൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇതേപോലെ കമൻറ്റ് ചെയ്യുന്നത്, പിന്നെ അവരുടെ ടെൻഷനും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏജ് റിലാക്സേഷൻ PSC എൻ്റെ ഒരു അറിവിൽ ഇതുവരെ PSC അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ കൊറോണൻ്റെ സമയത്തൊക്കെ PSC അങ്ങനെ കൊടുക്കണമായിരുന്നു. കാരണം കൊറോണൻ്റെ ആ ഒരു സമയം 2 വർഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കാനുള്ളൊരു സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി PSC അത് പുനഃപരിശോധിച്ച് അങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരു 90% അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ അവരുടെ ടെൻഷനാണ്, നോക്കണ്ട, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഒന്ന് സൺഡേ റിവിഷൻ, പിന്നെ ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അറ്റൻഡർ പോസ്റ്റ്, അതേപോലെയുള്ള ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ഈ ഒരു ഏജ് ഓവറാകാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ആ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ മറ്റു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ NCA അങ്ങനെയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും ഇന്ന് സൺഡേ എല്ലാവരും തന്നെ റിവിഷൻ ചെയ്യുക. പിന്നെ പരമാവധി ക്ലാസ്സുകൾ കാണുക. നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി നിങ്ങളെന്ത് ചെയ്യുക? ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക. സിലബസ് അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അതും LGS ലെവലിലും അതേപോലെ 10th ലെവലിലും ചോദിച്ച ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെ SCRT പോയിൻ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ ഇതിൽ ചെയ്യുന്ന ക്ലാസ്സുകൾ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടുകയില്ല. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയേ ചെയ്യുള്ളൂ. കാരണം ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ചെയ്യുന്നത്. മാത്രവുമല്ല ഓരോ ക്ലാസ്സിൻ്റെ ഇടയിലും ഇപ്പോൾ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ കറണ്ട് അഫെയറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വരുന്ന ഏകദേശം എല്ലാ ക്ലാസ്സിലും ഞാൻ കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തും. അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു GK പാർട്ട് പഠിച്ച് കംപ്ലീറ്റ്, അതായത് ഈ ഒരു സിലബസ് ക്ലാസ്സുകൾ മൊത്തം കംപ്ലീറ്റ് ആകുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫെയർസും കംപ്ലീറ്റ് ആകും. അപ്പോൾ കറണ്ട് അഫെയർസിനായിട്ട് പിന്നെ പുതിയ ഒരു ക്ലാസ്സുകൾ അങ്ങനെ തുടങ്ങേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യും? കറണ്ട് അഫെയർസും കംപ്ലീറ്റ് ആകും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ മാക്സിമം കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ വരുന്ന കമൻറ്റാണ്, ഇതൊക്കെ +2 ലെവലല്ലേ, ഡിഗ്രി ലെവലല്ലേ, ഇതൊക്കെ ചോദിക്കുമോ? അങ്ങനെയുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും പ്രസക്തിയില്ല. കാരണം PSC പണ്ട് നടത്തുന്ന പോലത്തെ ഒരു LGS പരീക്ഷയല്ല ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള LGS പരീക്ഷ. വളരെ ഡിഫറെൻ്റാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ LGS വേരിയസിൻ്റെ അടുത്ത് നോക്കൂ. പല ജില്ലകളിലും വന്നിട്ടുള്ള എക്സാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ PSC ഇട്ടിട്ടുണ്ട്. അവിടെ കട്ട് ഓഫും കുറഞ്ഞിട്ടുണ്ട്. അതൊരു മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ പണ്ട് PSC LGS പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേരള അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ മറ്റു സബ്ജക്റ്റിൽ നിന്നുള്ള മോളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് PSC അന്ന് ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആഴത്തിലിറങ്ങിയിട്ട് തന്നെ PSC എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് LGS പരീക്ഷയ്ക്കും ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അതിനനുസരിച്ച് പഠനത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. മാത്രവുമല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ, അതായത് ഈ വേരിയസ് LGSന് നോക്കിയാൽ മനസ്സിലാകും. പല ജില്ലകളിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസാണ് PSC, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് PSC പല ജില്ലയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിൽ നമുക്ക് നല്ല മാർക്കോടുകൂടി നല്ല റാങ്കോടുകൂടി റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുകയുള്ളൂ, ജോലിയും കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? പഠനത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്സ്. നമ്മൾ GK പഠിച്ചു പോകുന്നതോടൊപ്പം തന്നെ
മാത്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. മാത്സ് നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും മാത്സിലുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ കേരള ബാങ്ക് OA പരീക്ഷ എടുത്ത് നോക്കൂ. അതിൽ മാത്സ് ബേസ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥിക്ക് ആകെ ലഭിച്ച മാർക്ക് ഒരു 5-6 മാർക്ക് മാത്രമേ അന്ന് അവിടെ ലഭിച്ചിട്ടുള്ളൂ. നല്ല ബേസുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാക്സിമം ഒരു 17 മാർക്കൊക്കെ നല്ല ബേസുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക്, അത് സ്റ്റേറ്റ് ലെവലാണ്, ആ ഒരു പരീക്ഷയ്ക്ക് നല്ല ടൈറ്റ് മാത്സ് ആയിരുന്നു. GK സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ ആണെങ്കിൽ തന്നെയും മാത്സ് കുറച്ച് ടൈറ്റായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ PSC മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുവരെ കഴിഞ്ഞ +2 ലെവൽ, 10th ലെവൽ, 7th ലെവൽ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മോഡൽ നമുക്ക് മനസ്സിലാവും. ഓരോ മോഡലും നമ്മളൊരു 5-6 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഇനിയിപ്പോൾ ഏതൊരു പരീക്ഷയ്ക്കും ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ മാത്സ് നല്ല രീതിയിൽ ആദ്യം എന്ത് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ വന്നിട്ടുള്ള ഓരോ മാത്സും, അത് ഏത് ലെവലായിക്കോട്ടെ, ആ മാത്സ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. ജസ്റ്റ് നോക്കി ഇങ്ങനെയാണ് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത് തന്നെ കൈകൊണ്ട് എഴുതി അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചാൽ മാത്രമേ മാത്സ് നമുക്ക് തറവാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, പരമാവധി സമയം വേസ്റ്റ് ആക്കാതെ കിട്ടുന്ന സമയം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിലത്തെ ജോലി ഉണ്ടാവും, പുറമേയുള്ള ജോലികളുണ്ടാവും, അതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും പഠിത്തം. ചിലപ്പോൾ രാത്രി 10 മണിക്ക് ശേഷം ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കിട്ടുന്ന സമയം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആ സമയം എത്രയാണോ നമുക്ക്, ഇപ്പോൾ 1 മണിക്കൂറാണ് 1 മണിക്കൂർ, ആ 1 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ, നിങ്ങൾ 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ജോയിൻ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.